മണ്ണാഞ്ചേരിയിൽ കവർച്ച നടത്തിയ കുറുവ സംഘങ്ങളെ പോലീസ് തിരിച്ചറിഞ്ഞു. സംഘത്തിലുണ്ടായിരുന്നത് വേലനും പശുപതിയും. ഇരുവരും തമിഴ്നാട്ടിലേക്ക് കടന്നതായി പിടിയിലായ സന്തോഷ് സെൽവത്തിന്റെ മൊഴി. കൂട്ടാളികളാണ് ഇരുവരും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഈ പ്രതികൾ, ഈ കുറുവ സംഘ അംഗങ്ങൾ നിലവിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. പോലീസിന് ഈ പിടിയിലായ സന്തോഷ് നൽകിയ മൊഴിയാണോ ഇത്തരത്തിൽ? വിനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കുറുവ സംഘാംഗങ്ങളായ 2 പേരുടെ പേരുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ 3 സ്ഥലങ്ങളിൽ, മണ്ണഞ്ചേരിയിലും നേതാജിയിലും കോമളപുരത്തും കവർച്ച നടത്താൻ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്നത് കാമാക്ഷിപുരം എന്ന തിരുട്ട് ഗ്രാമത്തിലുള്ള വേലനും പശുപതിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇരുവരും തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട്. പിടിയിലായ കുറുവ സംഘത്തിലെ മുഖ്യ കണ്ണിയായ സന്തോഷ് സെൽവത്തിന്റെ കൂട്ടാളികളാണ് ഇരുവരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കാമാക്ഷിപുരം സ്വദേശികളാണ് 2 പേരും. നേരത്തെ പാലായിൽ നടന്ന കവർച്ച കേസുമായി ബന്ധപ്പെട്ട് വേലനെയും പശുപതിയെയും ജൂണിൽ പൊള്ളാച്ചിയിൽ നിന്ന് കേരള പോലീസ് പിടികൂടിയിരുന്നു. സന്തോഷ് സെൽവത്തോടൊപ്പം ഒന്നിച്ചാണ് ഇവർ പാലായിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും നേതാജിയിലും സന്തോഷ് സെൽവത്തോടൊപ്പം ഉണ്ടായിരുന്ന കവർച്ചയ്ക്ക് ഈ സന്തോഷ് സെൽവത്തിനൊപ്പം ഉണ്ടായിരുന്നത് വേലനും പശുപതിയുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇനിയും നിരവധി ആളുകളെ, ഈ സംഘാംഗങ്ങളെ പിടികൂടാനുണ്ട്. ഇതിൽ 4 പേര്, വേലനും പശുപതിയും അടക്കം 4 പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഇവരെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 2 പേർ, സന്തോഷ് സെൽവവും മണികണ്ഠനും കസ്റ്റഡിയിലുണ്ട്. ഇനി വേലൻ, പശുപതി എന്നീ 2 പേരുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മുഖ്യ കണ്ണികളായ ഈ മണികണ്ഠനെയും സന്തോഷ് സെൽവത്തെയും ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ് പോലീസിന് ഈ വേലൻ, പശുപതി എന്നീ 2 പേരുകളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ തിരുട്ട് ഗ്രാമത്തിൽ പോയി ഇവരെ പിടികൂടുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഈ സന്തോഷ് പിടിയിലായ വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണോ ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നത്? അത്തരത്തിലാണോ ഇപ്പോൾ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്? വിനീഷ്, അങ്ങനെ തന്നെയാണ്. ഈ സന്തോഷും മണികണ്ഠനും പിടിയിലായതിന്റെ തൊട്ടു പിന്നാലെ ഈ സംഘാംഗങ്ങൾ എല്ലാവരും കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആലപ്പുഴയും എറണാകുളവും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കുറുവ സംഘത്തിലെ 2 അംഗങ്ങളെയും കൂടി പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നിഷ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.